എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീമൊക്കെ അലങ്കരിക്കാനുള്ള ഒരു ബോൾ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഗിൽറ്റ് പേപ്പറാണ്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ചാക്കുവള്ളിയില്ലേ, ചാക്കുനൂല്, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് നമുക്കൊന്ന് അതുപോലെ തന്നെ ചുരുട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. പുതിയതൊന്നും വാങ്ങിക്കേണ്ട, ഇതിന് കിലോ കണക്കിനൊക്കെ നമുക്ക് ചന്തയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൊതിഞ്ഞുകൊണ്ട് വന്നതൊക്കെ ഒന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ശേഖരിച്ച് വെച്ചതാണ് ഇതൊക്കെ. എന്നിട്ട് അത് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് ഒന്ന് കെട്ടിയിടണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കെട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾ പഴയ പേപ്പറോ ന്യൂസ് പേപ്പറൊക്കെ ഇതേപോലെ ചുരുട്ടികളായിട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും ഇതൊരു വേസ്റ്റായിട്ട് വീട്ടിൽ കിടക്കണമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പേപ്പറും കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ഈ പേപ്പറിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ സാധാരണ കളർ പേപ്പർ ഉപയോഗിക്കരുത്. കാരണം അത് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാനൊന്നും പറ്റില്ല. മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ചുളിവുകളും ഒക്കെ ഉണ്ടാകും, ഇത്ര തിളക്കവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ നൂലോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു നല്ല ഭംഗിയുള്ള നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാക്കുനൂല് ഫുള്ളായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ട് വേറൊരു നൂല് തൂക്കിയിടാനായിട്ട് വെച്ചാൽ മതി. എൻ്റെ ഒരു ഇപ്പോൾ അങ്ങനത്തെ നൂലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ തൂക്കിയിടാനായിട്ട് എടുക്കുന്നത്. പശ വെച്ച് ഒട്ടിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണേണ്. കൂടുതൽ നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ വേറെയും ക്രാഫ്റ്റ് ഐഡിയാസ് ചെയ്തിരുന്നു ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. ഇതേപോലൊരു പേപ്പറാണെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ട് വശം കൊണ്ടും ഇതുപോലെ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും. കാരണം അതിൻ്റെ അപ്പുറത്ത് ഒരു സിൽവർ കളർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് വശം ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐഡിയാസ് എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരു ഐഡിയ നല്ലത് കിട്ടണം എന്നില്ല ചില നേരത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത്. ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വീഡിയോ നിങ്ങൾ ചോദിച്ചത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് ചെയ്യാം. കുറേ എണ്ണത്തിൻ്റെയൊക്കെ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ സെയിം മെറ്റീരിയൽ തന്നെ ഇതേപോലെ നീളത്തിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ വള്ളിയും ഒന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാധാരണ ചാക്കുനൂലാകുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇരിക്കുള്ളൂ, ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ സിൽവർ കളർ ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ചുറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളറായിട്ട് തന്നെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തന്നെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ എല്ലാത്തിനും ആ സിൽവർ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ കളറിൽ ആ ബോൾ ഉണ്ടാക്കിയപ്പോഴും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചത്. 2-3 ഐഡിയ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഐഡിയാസ് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയ വരുമ്പോൾ നമുക്കത് വെച്ച് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് ട്രൈഡ് പിക്സ് അയക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. എന്നിട്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്കുകളെല്ലാനും അയച്ചു തരുമ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്ത ക്രാഫ്റ്റുകളുടെ ട്രൈഡ് പിക്സ് മാത്രം അയക്കുക, മറ്റുള്ള ചാനലുകളിൽ ചെയ്തത് അയക്കണ്ട. ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത 4 എണ്ണവും ഞാൻ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ടാണ് ഇത് 2 ക്രാഫ്റ്റും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള വശങ്ങൾ കൊണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഐഡിയ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ചെയ്യുമ്പോൾ ഇത്തിരി മടക്കാനും ഒക്കെ ഇത്തിരി ടഫായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിലുള്ള ഒരു മരത്തുമ്മ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്